നമസ്കാരം. ഞാൻ സുരേഷ് ലാത്ത്. വി സിമാരെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. നമ്മുടെ ഗവർണർ നിയമിച്ച 3 വി സിമാർ RSSൻ്റെ സംഘചാലക് കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ 100ാം വാർഷികത്തോടെ വന്ന ഒരു പരിപാടിയിൽ ഈ വി സിമാർ പങ്കെടുക്കുകയുണ്ടായി. അതിനെതിരെ ചില മന്ത്രിമാരും ഇവരൊക്കെ രോഷാകുലരാകുന്നത് നമ്മളിവിടെ കണ്ടിരുന്നു. കുറച്ച് നാൾ മുമ്പ് 140 നിയമസഭാ അംഗങ്ങളുള്ള കേരള നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒപ്പിട്ട് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ ശ്രീ മദനിക്ക് വേണ്ടി നിങ്ങൾ ഒപ്പുശേഖരണം നടത്തിയത് ഏത് അർത്ഥത്തിലാണ്? അദ്ദേഹം തീവ്രവാദിയായിട്ടും സ്ഫോടന കേസിലെ പ്രതിയായിട്ടും വർഷങ്ങളോളം കർണാടക ജയിലുകളിൽ കിടന്ന ആളാണ്. അഫ്സൽ ഗുരു എന്ന് പറയുന്ന പാർലമെൻറ്റ് സ്ഫോടന കേസിലെ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയവരാണ് നിങ്ങൾ. ഈ ബോംബെ സ്ഫോടന കേസിലെ പ്രതിക്ക് വരെ ഇവിടെ നിസ്കാരം ഇതുമൊക്കെ നടന്നതാണ്. അപ്പോൾ അതിലൊന്നും ഇവിടെ ഒരു സംഭവം അല്ലാത്ത സംഭവത്ത് ഇതും നിങ്ങൾ ആ രീതിയിൽ കാണാൻ പഠിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഏത് കാര്യത്തിൽ കാണുന്നോ അതിന് അപ്പുറത്തെ കാണുന്നത് അപ്പുറം ആൾക്കാരും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത്തെ, ഇവിടെ പെഹൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു സ്ഥലത്ത് തുണി പൊക്കി നോക്കി ആൾക്കാരെ വെടിവെച്ച സംഭവങ്ങളുണ്ടായപ്പോൾ ഈ പറയുന്ന MLA, നിലവിൽ MLA അന്നൊരു ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തിയ മാതിരി ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് തന്നാൽ നന്നായിരുന്നേനെ. മനസ്സിലാക്കേണ്ട സംഭവങ്ങളാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അയ്യോ ഞങ്ങളുടെ നാട്ടുകാരെ കൊല്ലുന്ന തീവ്രവാദി ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് ഇവർ പറഞ്ഞ മാതിരി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നത് നല്ല വഴിയല്ല. വി സിമാർ ഏത് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് തീരുമാനിക്കാനുള്ളൊരു പക്വതയും ഇതൊക്കെ അവർക്കുണ്ട്. വി സി എന്ന് പറയുന്നത് വൈസ് ചാൻസലറാണ്. അതിനെ അതും ഇതും ഇല്ലാത്ത ടീമുകൾ വന്നിട്ട് വലിയ ഇതായിട്ട് പോയിട്ട് വിമർശിക്കാൻ പോകുന്നത് നല്ല വഴിയല്ല. നിങ്ങളുടെ കാര്യം നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കിയോളൂ. നമസ്കാരം.